ഓം. ഇനി നമ്മുടെ ഈ ഭാഗവത ധ്യാനത്തിലൂടെ ചന്ദ്രവംശത്തിലെ കഥകൾ പറയുവാനായിട്ട് ആരംഭിക്കുകയാണ്. നമ്മളിപ്പോ സൂര്യവംശ രാജാക്കന്മാരുടെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് 9-ാമത്തെ സ്കന്ധത്തിലെ 14 മുതൽ 24 കൂടിയുള്ള അധ്യായങ്ങളിലെ ആശയങ്ങളെയാണ് വിശദീകരിക്കുവാനായിട്ട് ഉള്ളത്. അവയെയും നമുക്കൊന്ന് പറയുവാനായിട്ട് ആരംഭിക്കാം. 11 അധ്യായങ്ങളെ കൊണ്ട് നമ്മളിപ്പോ സോമവംശ രാജാക്കന്മാരെ കുറിച്ച് എന്ന് വെച്ചാൽ ചന്ദ്രവംശത്തിലെ രാജാക്കന്മാരെ കുറിച്ച് പറയുവാൻ പോവുകയാണ്. അവിടെ ബ്രഹ്മദേവന്റെ പുത്രനായിട്ട് അത്രി മഹർഷി ഉണ്ടാവുകയാണ്. അത്രി മഹർഷിയുടെ പുത്രനായിട്ടാണ് ചന്ദ്രൻ ഉണ്ടാകുന്നത്. അങ്ങനെ ഉള്ള നമ്മുടെ ചന്ദ്രന് ദേവഗുരുവായിരുന്ന ബൃഹസ്പതിയുടെ പത്നിയായ താരയിൽ ഒരു പുത്രൻ ജനിക്കുകയുണ്ടായി. ഗുരുപത്നിയിൽ ശിഷ്യന്, ചന്ദ്രനാകുന്ന ശിഷ്യന് ജനിച്ച പുത്രനാണ് ബുധൻ. അമൃതമയനായ ചന്ദ്രൻ രാജസൂയം ചെയ്ത് ദേവന്മാരുടെ ഇടയില് വലിയതായ പേരെടുക്കുക തന്നെ ചെയ്തു. അങ്ങനെ അഹങ്കാരം വർദ്ധിച്ച ചന്ദ്രൻ ഒരിക്കൽ ദേവഗുരുവായ ബൃഹസ്പതിയുടെ പത്നിയായിരുന്ന താരയെ തന്നെ തട്ടിയെടുക്കുകയും തന്റെ കൂടെ താമസിപ്പിക്കുകയും ചെയ്തു. താരയുടെ കൂടെ സമ്മതത്തോടു കൂടിയിട്ടായിരുന്നു ചന്ദ്രൻ ആ കർമ്മം ചെയ്തത്. വിവരം മനസ്സിലാക്കിയ ദേവാചാര്യര്, ബൃഹസ്പതി, വ്യാഴം ചന്ദ്രനോട് തന്റെ പത്നിയെ തിരികെ നൽകുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ചന്ദ്രൻ താരയെ വിട്ടുകൊടുക്കുന്നില്ല. ആ ഒരു കാരണം കൊണ്ട് ദേവന്മാരും അസുരന്മാരും തമ്മിൽ ചേരിതിരിഞ്ഞ് വലിയതായ ഒരു യുദ്ധത്തിന് തന്നെ തുടക്കം കുറിക്കുകയുണ്ടായി. അപ്പൊ അവിടെ അതിനിടയിൽ നമ്മുടെ ദേവന്മാര് അവരുടെ എല്ലാം ബ്രഹ്മപിതാവായ ബ്രഹ്മദേവൻ തന്നെ അവിടെ വരികയുണ്ടായി. അവർക്ക് മധ്യസ്ഥത വഹിക്കുകയുണ്ടായി. മധ്യസ്ഥതയിലായ ബ്രഹ്മദേവൻ അവരോട് പറഞ്ഞു, ഗർഭിണിയായ താരയെ ചന്ദ്രൻ ബൃഹസ്പതിക്ക് തന്നെ വിട്ടുകൊടുക്കുവാൻ വേണ്ടിയിട്ട് പറയുകയാണ് ചെയ്തത്. ബ്രഹ്മദേവന്റെ അഭ്യർത്ഥനയെ അവരെല്ലാം മാനിച്ചു. ചന്ദ്രൻ മനമല്ല മനസ്സോടു കൂടിയിട്ടാണെങ്കിലും താരയെ ദേവഗുരുവിനെ തന്നെ തിരിച്ചു കൊടുക്കുകയുണ്ടായി. ആ സമയത്ത് വ്യാഴം താര ഗർഭിണിയാണെന്നറിഞ്ഞ് ആ ഗർഭത്തെ ഉപേക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. താര അതിനെ വിസമ്മതിക്കുന്നുണ്ട്. അവസാനം ഭർത്താവ് അതിനെ അനുവദിക്കുകയാണ്, അതിനെ ജന്മം കൊടുക്കുവാനായിട്ട്. അങ്ങനെ താര പ്രസവിക്കുകയാണ്. താര പ്രസവിച്ച ആ കുട്ടിയുടെ യോഗ്യത അങ്ങോട്ട് കണ്ടപ്പോഴോ നശിപ്പിക്കാൻ പറഞ്ഞ പിതാവിനെ തന്നെ, എന്ന് വെച്ചാൽ താരയുടെ ഭർത്താവിന് തന്നെ, ദേവഗുരുവിന് തന്നെ ആ കുട്ടിയിൽ വലിയതായ മോഹം ജനിച്ചു. അപ്പോ ആ കുട്ടി നമ്മുടെ കൂടെ തന്നെ വളർന്നുകൊള്ളട്ടെ എന്നുള്ള രീതിയിൽ ദേവഗുരു അനുവാദം കൊടുത്തു. എന്നാൽ
ചന്ദ്രനാകട്ടെ തന്റെ കുഞ്ഞിന് കൊടുക്കുവാൻ തയ്യാറായില്ല. ചന്ദ്രൻ പറഞ്ഞ ന്യായം എന്തായിരുന്നു എന്ന് വെച്ചാൽ, വിത്തിറക്കിയ ആളാണ് കൊയ്തെടുക്കാൻ അവകാശി, ഭൂ ഉടമയ്ക്കല്ല എന്ന ന്യായം പറഞ്ഞ് ബ്രഹ്മാവ് പുത്രനെ ചന്ദ്രന് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ആ പുത്രനാണ് മഹാബുദ്ധിമാനായ ബുദ്ധൻ. ആ ബുദ്ധന് ഇളയിൽ കുരീരുവസ് എന്ന പുത്രൻ ഉണ്ടാവുകയുണ്ടായി. ആ കഥയെ നമ്മൾ നവമം കഥയില്, നവമം എന്ന് വെച്ചപ്പോ നവമാണല്ലോ നമ്മൾ വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ആദ്യത്തെ അധ്യായത്തില് വിശദമാക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഭാഗത്തിൽ അവിടെ തന്നെ നമ്മൾ പറയേണ്ടായിട്ടുണ്ട്, സൂര്യവംശ രാജാക്കന്മാരുടെയും ചന്ദ്രവംശ രാജാക്കന്മാരുടെയും ഉൽപ്പത്തി പുരൂരുവസിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് എന്ന് നമ്മൾ അവിടെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ പുരൂരുവസിന്റെ ഗുണങ്ങൾ കേട്ട് സാക്ഷാൽ ഉർവശി പോലും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് കുറെ കാലം കഴിഞ്ഞുകൂടുകയുണ്ടായി. പുരൂരുവസിന്റെ കഥ വേദപ്രസിദ്ധമായൊരു കഥയാണ്. ആ ഉർവശിയില് പുരൂരുവസിനെ ആയുസ്, ശ്രുതായുസ് തുടങ്ങിയിട്ട് 6 പുത്രന്മാരുണ്ടാകുന്നുണ്ട്. അതിനുശേഷം ഉർവശിക്ക് ആ മനുഷ്യ സുഖങ്ങളിൽ, മനുഷ്യബന്ധങ്ങളിൽ വിരക്തി, വെറുപ്പ്, മടുപ്പ് അനുഭവപ്പെടുകയാണ്. അങ്ങനെ മനുഷ്യസുഖങ്ങളിൽ വെറുപ്പ് തോന്നിയ ഉർവശി പുരൂരുവസിനെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട്. അപ്പോ ഉർവശിയുടെ വിരഹം കൊണ്ട് സംതൃപ്തനായിത്തീർന്ന നമ്മുടെ പുരൂരുവസ് ആ ഉന്മത്തനായിക്കൊണ്ട് വളരെ കാലം കാട്ടിലൂടെ സഞ്ചാരിക്കുന്നുണ്ട്. ഒടുവിലെ പുരൂരുവസ് ഗന്ധർവന്മാരുടെ ഉപദേശപ്രകാരം അരണിമഥനം ചെയ്ത് അഗ്നിയുണ്ടാക്കി യാഗമെല്ലാം ചെയ്ത് സ്വർഗത്തിലെത്തുകയും ചെയ്തു. അങ്ങനെ സ്വർഗത്തിലെത്തി ഉർവശിയോടുകൂടി സ്വർഗീയ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് കാലം കഴിക്കുകയും ചെയ്തു. ഉർവശി ലോകം പ്രാപിക്കാൻ വേണ്ടിയിട്ട് കഠിനമായ തപസ് ചെയ്തതാണ് നമ്മുടെ ചന്ദ്രവംശത്തിലെ ആ രാജാവ് തന്നെ. അതാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനുള്ള ഒരു പ്രധാന കാര്യം. അങ്ങനെയുള്ള നമ്മുടെ പുരൂരുവസിനെ ആയുസ്, ശ്രുതായുസ്, സത്യായുസ്, രയൻ, വിജയൻ, ജയൻ, ഇങ്ങനെ 6 പുത്രന്മാരാണ് ഉണ്ടായത്. അതിൽ വിജയന്റെ വംശത്തിലാണ് ഗാദി എന്ന മഹാരാജാവ് ഉണ്ടായത്. ഗാദിയുടെ പുത്രനായിട്ടാണ് വിശ്വാമിത്രൻ ഉണ്ടാകുന്നത്. അങ്ങനെ ഗാദിക്ക് സത്യവതി എന്ന ഒരു പുത്രിയും ഉണ്ടായിട്ടുണ്ട്. പ്രജീകൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ സത്യവതിയെ കല്യാണം കഴിക്കുവാൻ രാജാവിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ തന്റെ കന്യകയെ വിവാഹം ചെയ്ത് അയക്കണമെങ്കിൽ സ്ത്രീധനമായിട്ട് തനിക്ക് 1000 വെള്ളക്കുതിരകളെ, ഒരു കറുത്ത വെള്ളക്കുതിരകളെ തരണമെന്ന് ഗാദി ആവശ്യപ്പെടുകയാണ്. പ്രജീവനെ തന്റെ പുത്രിയെ കൊടുക്കാതിരിക്കാനുള്ള ഒരു സൂത്രമാണ് വാസ്തവത്തിലെ രാജാവ് പ്രയോഗിച്ചത്. പക്ഷേ പ്രജീകനും പിന്മാറിയല്ല. അദ്ദേഹം വരനോട് 1000കണക്കിന് കുതിരകളെ മേടിച്ച്, പറഞ്ഞ പ്രകാരമുള്ള കുതിരകളെ മേടിച്ച് ഗാദിക്ക് കൊടുത്ത് സത്യവതിയെ വിവാഹം ചെയ്യുന്നുണ്ട്. പ്രജീകന് സത്യവതിയില് ജമദഗ്നി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ജമദഗ്നിക്ക് രേണുകയില് പരശുരാമൻ എന്ന പേരില് ഭഗവാൻ അവതരിച്ച് ക്ഷത്രിയ വംശത്തെ 21 പ്രാവശ്യം വെട്ടി നശിപ്പിക്കുകയുണ്ടായി. ക്ഷത്രിയന്മാരെ പരശുരാമൻ നശിപ്പിക്കാൻ എന്താണ് കാരണമെന്ന് ഈ സന്ദർഭത്തിൽ ശ്രീ പരീക്ഷിത് രാജാവ് ശുഖബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്. ആയതിന് ശ്രീ ശുഖബ്രഹ്മർഷി ആ പരശുരാമ അവതാരത്തിൽ സംഭവിച്ചതായിരിക്കുന്ന കഥകളെ അറിയിപ്പിക്കുവാനായിട്ട് ആരംഭിക്കുകയാണ്. അതായത് ഹേഹയ രാജാവായ കാർത്തിവീരൻ
ആ കാലത്ത് ക്ഷത്രിയ രാജാക്കന്മാരിൽ വളരെ പ്രധാനിയായിരുന്ന രാജാവായിരുന്നു. 1000-ലധികം കരങ്ങളും അതുപോലെയുള്ള കഴിവുകളും എല്ലാം ഉണ്ടായിരുന്ന ഒരു രാജാവായിരുന്നു കാർത്തിവീര്യാർജുനൻ. ദത്താത്രേയ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ടാണ് അദ്ദേഹത്തിന് 1000 കൈകളും ഐശ്വര്യങ്ങളും എല്ലാം സിദ്ധിച്ചത്. അതെല്ലാം ലഭിച്ച കാർത്തിവീര്യാർജുനൻ അഹങ്കാരമത്തനായിട്ട് തീരുകയാണ് ചെയ്തത്. ഒരു ദിവസം അദ്ദേഹം നായാട്ട് കഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന് വളരെയധികം വിശപ്പും ദാഹവും ഉണ്ടായി. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ദാഹവും വിശപ്പും ശമിപ്പിക്കുവാനായിട്ട് ജമദഗ്നിയുടെ ആശ്രമത്തിലേക്ക് കയറുന്നുണ്ട്. അപ്പൊ അവിടെ ജമദഗ്നി മഹർഷി വിഭവസമൃദ്ധമായ ആതിഥ്യം അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. വെറും തപസ്യയായിട്ട് കഴിയുന്ന ഒരു ഋഷിക്ക് എങ്ങനെയാണ് ഇത്രയധികം വിഭവസമൃദ്ധമായ സദ്യ തനിക്ക് തരുന്നത് എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം ചോദിച്ചപ്പോൾ അവിടെ കാമധേനുവിന്റെ കാമധേനു പശു, ആ പശുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്, സാന്നിധ്യം കൊണ്ടാണ് ഋഷിക്ക് ഇത്രയധികം ദാനവും ധർമ്മവും ചെയ്യുവാൻ കഴിയുന്നെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പൊ രാജാവ് ഋഷിയോട് ആവശ്യപ്പെടുന്നുണ്ട് കാമധേനുവെ തനിക്ക് തരാൻ. അപ്പോ ക്ഷത്രിയരായ അങ്ങയെപ്പോലുള്ളവർക്ക് ഇങ്ങനെ ഒരു പശുവിന്റെ ആവശ്യമില്ല. ഇത് എന്നെ പോലെയുള്ള തപസ്സുകൾക്ക് വേണ്ടിയിട്ട് പണ്ട് ദേവന്മാര് വ്യവസ്ഥ ചെയ്ത് അനുവദിച്ചു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അങ്ങ് പശുവിനുള്ള മോഹം ഉപേക്ഷിച്ച് അങ്ങയുടെ കൊട്ടാരത്തിൽ ചെന്ന് യഥാസുഖം ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഉചിതമെന്ന് ജമദഗ്നി മഹർഷി പറയുകയൊക്കെ ചെയ്തു. എന്നാൽ കാർത്തിവീര്യൻ മഹർഷിയുടെ സമ്മതം അതുപോലെയുള്ള നല്ല ഉപദേശമൊന്നും കേൾക്കാതെ കാമധേനുവിനെ കൊണ്ടുപോകുകയാണ് ചെയ്തത്. അപ്പോ പരശുരാമൻ മാതാപിതാക്കളുടെ അടുക്കൽ തിരിച്ചെത്തുന്നുണ്ട്. അപ്പോ വിവരം അച്ഛനമ്മമാരിൽ നിന്ന് അറിഞ്ഞപ്പോ വളരെയധികം ദേഷ്യം കൊണ്ട പരശുരാമൻ വെൺമഴ വേണ്ടിയിട്ട് അവിടെ യുദ്ധത്തിന് പോകുന്നുണ്ട്. ലങ്കേശനായ രാവണനെ കൂടി പിടിച്ചു കെട്ടി കളിക്കുരങ്ങിനെ പോലെ കളിപ്പിച്ച ആ കാർത്തിവീര്യാർജുനൻ പരശുരാമനോട് വലിയ രീതിയിൽ യുദ്ധം ചെയ്തിരുന്നെങ്കിലും നിഷ്പ്രയാസം തന്നെ പരശുരാമൻ കാർത്തിവീര്യാർജുനനെ വധിക്കുക തന്നെ ചെയ്തു. അങ്ങനെ കാമധേനുവിനെയും കൊണ്ട് ആശ്രമത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. അങ്ങനെ അപ്പോൾ ജമദഗ്നി മഹർഷി തന്റെ പുത്രനിൽ നിന്നും സംഭവിച്ചു കഴിഞ്ഞതായ വിവരങ്ങളെല്ലാം അറിയാം. അപ്പൊ മഹർഷി പറയുന്നുണ്ട്, ക്രോധം നന്നല്ല, നമ്മള് ബ്രാഹ്മണരല്ലേ, സന്യാസിമാരല്ലേ, നമുക്ക് ക്ഷമയാണ് ഉത്തമ ഗുണമെന്നെല്ലാം ഉപദേശിക്കുന്നുണ്ട്. മാത്രമല്ല രാജാവിനെ കൊന്ന് വന്നിരിക്കുകയാണ് അങ്ങ്. തപസ്യാണെങ്കിലും രാജാവിനെ കൊന്നാൽ ബ്രഹ്മഹത്യാപാപമുണ്ട്. ബ്രഹ്മഹത്യാ പാപത്തെ നശിപ്പിക്കുവാൻ വേണ്ടി തീർത്ഥസ്നാനമെല്ലാം ചെയ്ത് തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ പരശുരാമൻ അച്ഛനായ ജമദഗ്നി മഹർഷിയുടെ ഉപദേശപ്രകാരം തീർത്ഥസ്നാനങ്ങൾ ചെയ്യുവാനായിട്ട് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം രാമമാതാവായ നമ്മുടെ രേണുക വെള്ളത്തിനായിട്ട് ഗംഗയിലേക്ക് പോയപ്പോ അവിടെ ഗന്ധർവരാജനായ ചിത്രരഥന്റെ വിചിത്രമായൊരു തേര് കണ്ട് അല്പനേരം നോക്കി നിന്നുപോയി. ഇങ്ങനെയും ഭൂമിയിൽ ആളുകളുണ്ടോ? തന്റെ ആവശ്യം മറന്ന് തേര് കണ്ട് മോഹിച്ചു നിന്നതിൽ കുപിതനായ ജമദഗ്നി അമ്മയെ വെട്ടുവാൻ പുത്രന്മാരോട് കൽപ്പിക്കുന്നുണ്ട്. അപ്പോ അമ്മയുടെ വാരിവൃത്യം അതിൽ ഭംഗം വന്നിരിക്കുന്നു എന്ന് സംശയിച്ചിട്ടാണ്, തെറ്റിദ്ധരിച്ചിട്ടാണ് ജമദഗ്നി മഹർഷി അങ്ങനെ ആവശ്യപ്പെടുന്നത്. എന്നാൽ പരശുരാമന്റെ ജ്യേഷ്ഠന്മാർക്കാർക്കും അച്ഛൻ പറഞ്ഞതിനെ അനുസരിക്കുവാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ജമദഗ്നി മഹർഷിയുടെ തപശക്തി നല്ലതുപോലെ അറിയാവുന്ന പരശുരാമൻ മാതാവിനെയും അച്ഛൻ പറഞ്ഞത് കേൾക്കാത്ത ജ്യേഷ്ഠന്മാരെയും
തന്റെ പരശു കൊണ്ട് വെൺമഴുവിനെ കൊണ്ട് വെട്ടിക്കൊല്ലുക തന്നെ ചെയ്തു. പുത്രന്റെ ആ പ്രവൃത്തി കണ്ട് നമ്മുടെ സന്തുഷ്ടനായ മുനി ഇഷ്ടമായിട്ടുള്ള വരത്തെ ചോദിച്ചു കൊള്ളുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ തന്റെ അമ്മയെയും ജ്യേഷ്ഠന്മാരെയും ജീവിപ്പിച്ചു തരണമെന്ന് പരശുരാമൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതുപ്രകാരം ജമദഗ്നി അവരെ ജീവിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കാർത്തിവീര്യന്റെ പുത്രന്മാര് പ്രതികാര ബുദ്ധിയോടുകൂടിയിട്ട് രാമൻ ആശ്രമത്തിലില്ലാത്ത സമയം നോക്കിയിട്ട് ജമദഗ്നിയെ കൊന്നിട്ട് തല കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് സങ്കടം സഹിക്കാതെ രേണുക രാമനെ വിളിച്ചുകൊണ്ട് മാറത്തടിച്ച് കരയുകയുണ്ടായി. 21 പ്രാവശ്യം അമ്മ മാറത്തടിച്ച് കരഞ്ഞത് കാരണമാണ് അത്രയും പ്രാവശ്യം ക്ഷത്രിയന്മാരെ താൻ കൊന്നെടുക്കുമെന്ന് പരശുരാമൻ പ്രതിജ്ഞ ചെയ്തത്. അങ്ങനെ മാഹിഷ്മതിയിൽ ചെന്ന് രാമൻ ബ്രഹ്മഹത്യ ചെയ്തായ അർജുനപുത്രന്മാരെ നിഗ്രഹിക്കുന്നുണ്ട്. പിന്നീട് ക്രമേണ 21 വട്ടം ക്ഷത്രിയന്മാരെ കൊന്നൊടുക്കുന്നുണ്ട്. ക്ഷത്രിയ രക്തത്തെ കൊണ്ട് സെമന്താക പഞ്ചകത്തില് 9 തീർത്ഥകുളങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. പിന്നീട് പരശുരാമൻ ലോകസംഗ്രഹാർത്ഥം പാപശാന്തിക്ക് വേണ്ടി യാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ താൻ വെട്ടിപ്പിടിച്ചതായ ഭൂമിയെ ബ്രാഹ്മണർക്കായിട്ട് തിരിച്ച് ദാനം ചെയ്യുന്നുണ്ട്. അങ്ങനെ സമുദ്രത്തെ എല്ലാം മാറ്റി നിർത്തി കേരളത്തെ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളീയർക്ക് വേണ്ടതായ നന്മകളെല്ലാം ഉണ്ടാക്കിക്കൊടുത്ത ശേഷം മഹേന്ദ്രപർവ്വതത്തിൽ തപസ്സിനായിട്ട് പോവുകയും ചെയ്തു. എന്നും മഹേന്ദ്രപർവ്വതത്തിൽ തപസ്സിലിരിക്കുന്ന ചിരഞ്ജീവിയായ പരശുരാമൻ കേരളീയരായ മലയാളികളായ നമുക്കെല്ലാവർക്കും പ്രത്യേകം സ്മരണീയരായ ഒരു ദിവ്യാവതാര പുരുഷൻ തന്നെയാണ്. ആ പരശുരാമനെ ചിരഞ്ജീവികളിൽ ഒരാളായിട്ടാണ് നമ്മൾ വിശ്വസിച്ചു പോരുന്നത്, നമ്മൾ ആദരിച്ചു പോരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഇത്രയും നേരം ഈ പറഞ്ഞതായിരിക്കുന്ന കഥകളിൽ നിന്നും എന്താണ് നമുക്ക് ബോധിക്കേണ്ടതെന്നും കൂടി ഈ സന്ദർഭത്തിലൊന്ന് ചിന്തിക്കാം. ഇപ്പൊ നമ്മള് സൂര്യവംശ രാജാക്കന്മാരുടെ കഥകളിലൂടെ ദേഹവാസനയെ ജയിക്കുവാനുള്ള ആശയത്തെയാണ് നമുക്ക് വ്യക്തമായിട്ട് അറിയുവാൻ സാധിച്ചത്. ആ ദേഹവാസനകൾ നശിച്ചാലും മാനസികമായ വാസനകൾ നിലനിൽക്കുക തന്നെ ചെയ്യും. അപ്പൊ അതും ജയിക്കണം. അതിനുള്ള ഉപായങ്ങളായിട്ടാണ് ഇപ്പൊ നമ്മള് ചന്ദ്രവംശ കഥയെ അറിയിപ്പിക്കുന്നത്. ഇപ്പൊ ചന്ദ്രവംശത്തിൽ നമുക്ക് ആദ്യം ശ്രവിക്കുവാൻ സാധിച്ച കഥ ബുദ്ധന്റേതാണ്. അപ്പൊ അങ്ങനെയുള്ള അതെന്താണ്, ബ്രഹ്മാവിന്റെ പുത്രനായിട്ട് അത്രി പുത്രനായിട്ട് ചന്ദ്രൻ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചു. അങ്ങനെ ഗുരുപത്നിയായ ധാരയിലൂടെ ആർക്കാണ്, നമ്മുടെ ചന്ദ്രന് ജനിച്ച കുട്ടിയാണ് ബുധൻ. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ആ ബുദ്ധൻ എന്താണ് വാസ്തവത്തില് ബുദ്ധനെ ജ്ഞാനത്തിന്റെ പ്രതീകമായിട്ടാണ് നമുക്കിവിടെ അറിയുവാനായിട്ട് സാധിക്കുന്നത്. ബുദ്ധൻ എന്ന് വെച്ചാൽ ജ്ഞാനം. അപ്പൊ ഈ ജ്ഞാനത്തെ എല്ലാവർക്കും സ്വന്തമാക്കുവാൻ തോന്നും. അതാണ് യഥാർത്ഥ പിതാവും പിന്നെ താരയുടെ യഥാർത്ഥ ഭർത്താവുമായ ബൃഹസ്പതിക്കും അതുപോലെ ചന്ദ്രനും മനസ്സിനും ഗുരുവിനും എല്ലാവർക്കും ബുദ്ധനെ സ്വന്തമാക്കുവാനായിട്ട് തോന്നിയത്. ഇവിടെ താര എന്ന് പറയുന്ന പ്രണവമാണ്. അപ്പൊ പ്രണവോപാസനയിലൂടെ ശിഷ്യൻ എന്താണ്, ഗുരു ഉപദേശിച്ച ആത്മബോധത്തെ സാക്ഷാത്കരിക്കുന്ന രംഗമാണ് ബുദ്ധന്റെ വാസ്തവത്തിലുള്ള ജനനം. അപ്പോ ഇങ്ങനെ ഉണ്ടായ സംഭവങ്ങളിൽ നിന്നും നമ്മൾ ബോധിക്കുന്ന തത്വമാണ്, അല്ലെങ്കിൽ ആശയമാണ്, അല്ലെങ്കിൽ അതിലെ സാരമാണ് നമ്മുടെ സംസ്കാരത്തെ യഥാർത്ഥത്തിൽ മുന്നോട്ട് നയിക്കുക. അല്ല സ്വർഗമില്ല, നരകമില്ല, പാപല്ല, പുണ്യല്ല, ധർമ്മല്ല, അധർമ്മല്ല എന്നിങ്ങനെ സന്യാസത്തിന്റെ ഉന്നതമായ തലങ്ങളിൽ വിചാരം ചെയ്യുന്ന ധർമ്മശാസ്ത്ര വിചാരം നമുക്ക് പ്രചരിപ്പിച്ചതുകൊണ്ട് അത് സമൂഹത്തിന് വലിയ പ്രയോജനമൊന്നും ചെയ്യില്ല, മറിച്ച് ഒത്തിരി ദോഷങ്ങൾക്ക് കാരണവുമുണ്ട്. ഇവിടെ
കാരണം ഈ ലോകത്തില് നമ്മൾ ധർമ്മത്തോടുകൂടി ജീവിക്കുമ്പോഴാണ് ഈ ലോകത്തിലെ നന്മ നഷ്ടപ്പെടാതിരിക്കുള്ളൂ. ഈ ലോകത്തിലെ നന്മ നഷ്ടപ്പെടാതെ പോകുമ്പോഴാണ് നമുക്കിതിനപ്പുറം ഉള്ള സ്വർഗവും നരകവും അതിലേക്കൊക്കെ പോകുവാനും അവിടെയുള്ള സുഖദുഃഖങ്ങളും അതിവർത്തിച്ചുകൊണ്ട് യഥാർത്ഥ മോക്ഷത്തിലേക്കൊക്കെ സഞ്ചരിക്കാൻ പറ്റും. സ്വർഗവും നരകവും ഭൂമിയിൽ തന്നെ, ഇവിടെ തന്നെ എല്ലാം എന്നുള്ള രീതിയിൽ നമ്മൾ ആശയത്തെ പ്രചരിപ്പിക്കുന്നതിൽ കൊണ്ട് അത് സംസ്കാരത്തിന് വലിയ ഗുണമൊന്നും ചെയ്യുകയില്ല. കാരണം ഇവിടെ യമനിയമത്തോടും അതുപോലെ ആ ഷോഡശ സംസ്കാരത്തോടും കൂടി ജീവിക്കാനുള്ളൊരു ആർജവമാണ് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. അങ്ങനെ അല്ല എന്ന് വരികയാണെങ്കിൽ എന്തായിരിക്കും? ഇവിടെ ഭഗവാനും അതുപോലെ ഗുരുജനങ്ങളും എല്ലാവരും നമുക്ക് ഈ കഥകളിലൂടെ അബദ്ധം പ്രവർത്തിക്കുന്നവരായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദേഹത്തില് ശരീരത്തില് ജീവിക്കുമ്പോൾ പല രീതിയിലുള്ള അനേകങ്ങളായ വികാരങ്ങൾ, മോഹങ്ങൾ എല്ലാം വ്യക്തികൾക്ക് ഉണ്ടാകും. അപ്പൊ അതിനെ മനസംയമത്തോടുകൂടി നിയന്ത്രിച്ച് നമ്മൾ ധർമ്മസംസ്കാരത്തെ പോഷിപ്പിക്കുവാൻ വളരെ കരുതലോടുകൂടി മുന്നോട്ട് പോയാൽ തന്നെ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ഓരോ കഥകളും പറയുമ്പോൾ അതിലെ ഏതിനെയും നമുക്ക് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും നമുക്ക് ചിത്രീകരിക്കാം, പറയാം. അപ്പൊ ഇവിടെ സനാതൻ ധർമ്മത്തിന്റെ യഥാർത്ഥ സംസ്കാരം പുഷ്ടി പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉത്തമ ആചാര്യന്മാര്, ഗുരുക്കന്മാർ അല്ലെങ്കിൽ സന്യാസി ശ്രേഷ്ഠന്മാർക്ക് മാത്രമാണ് ഇതിന്റെ ആ നിർമ്മാണാത്മകമായിരിക്കുന്ന പോസിറ്റീവ് വശത്തെ നമുക്ക് വ്യക്തമാക്കി തരുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവരെല്ലാം അവരുടേതായിരിക്കുന്ന സ്വാർത്ഥ താല്പര്യങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി ആശയത്തെ വളച്ചൊടിച്ചു പറയും. അങ്ങനെ വളച്ചൊടിച്ചു പറയുന്ന ആശയങ്ങളിൽ ഭ്രമിച്ച് നമ്മളും എന്താണ് ധർമ്മം അധർമ്മം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും രീതിയിൽ ജീവിക്കുവാൻ പരിശ്രമം ചെയ്താൽ അത് വലിയ വിപരീത ഫലങ്ങൾ തന്നെ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോ ഇവിടെ നമുക്ക് ബുദ്ധൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണെന്ന് മനസ്സിലാക്കുക. ബുദ്ധൻ ജ്ഞാനസ്വരൂപം. അപ്പം ഗുരു ഉപദേശം കൊണ്ട് ശിഷ്യൻ സംസ്കാരം ആർജിച്ചപ്പോൾ ശിഷ്യൻ ബോധിച്ച ആത്മതത്വം അല്ലെങ്കിൽ ആത്മരഹസ്യം, അതിനെയാണ് ഇവിടെ നമ്മൾ ബുദ്ധന്റെ രൂപത്തിൽ നമുക്ക് അറിയേണ്ടത്. പിന്നീട് പുരൂരവസിന്റെ കഥയിൽ നമുക്ക് ബുദ്ധനെ ഇളയിലുണ്ടായ സൂര്യവംശത്തിലെ ചക്രവർത്തി തന്നെയാണ് ആ സോമവംശത്തിലെയും ആദ്യ ചക്രവർത്തി എന്ന് നമുക്ക് ആദ്യം മുതലേ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പുരൂരവസിന്റെ ഗുണങ്ങൾ കണ്ടിട്ട് വാസ്തവത്തിൽ ആദ്യം ഉർവശി ഭാര്യയായിട്ട് തീരുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ആയുസ്, ശ്രുതായുസ് തുടങ്ങിയ 6 പുത്രന്മാരെല്ലാം ഉണ്ടാകുന്നത്. ഇപ്പൊ മനുഷ്യസുഖത്തില് മടുപ്പ് വന്നപ്പോഴാണ് ഉർവശി സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത്. അപ്പൊ വിരഹദുഃഖിതനായ ചക്രവർത്തി പിന്നെന്താ കുറെ നാൾ അലഞ്ഞു നടക്കുന്നുണ്ട്. ഒടുവില് യാഗം ചെയ്തിട്ട് സ്വർഗത്തിലെത്തി ഉർവശിയെ പ്രാപിക്കുകയാണ് ചെയ്തത്. അപ്പോ ഇവിടുത്തെ ഈ കഥകളെ പറയുമ്പോൾ എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൃദയഗ്രന്ഥി ജയിക്കാനുള്ള കഥകളാണ് ഇവിടെ പറയുന്നത്. എല്ലാവരുടെയും മനസ്സിലുണരുന്ന സങ്കല്പങ്ങൾ വ്യാസനത് വരച്ച് കാണിക്കുകയാണ് ചെയ്തത്. അതിനെ വ്യാസനെ അന്ന് ജീവിച്ചിരുന്ന ആളുകളുടെ അനുഭവങ്ങളും സംഭവങ്ങളും മാതൃകയായിട്ട് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പൊ അവരുടെ കഥകളിൽ നിന്ന് മനുഷ്യർക്ക് ബോധിക്കുവാൻ യുക്തമായ രീതിയിൽ തന്റെ രചനയെ പൂർത്തീകരിക്കുകയാണ് വ്യാസമഹർഷി ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ കഥയെ നമ്മുടെ സംസ്കാരമനുസരിച്ച്, നമ്മുടെ വാസനയനുസരിച്ച്, നമ്മുടെ അറിവനുസരിച്ച് നമ്മുടെ ഏതൊരു ലക്ഷ്യമാണോ പ്രാപിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഈ കഥയിലെ ആശയത്തെ വളച്ചൊടിച്ച് നമുക്ക് രൂപപ്പെടുത്തുവാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ആ സദാചാരം, ആ ധർമാചാരം, ആ വർണ്ണ ആശ്രമ ധർമ്മങ്ങൾ ആണ് നമുക്കിവിടെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ട് ഇരിക്കുന്നത്. അത് എല്ലാ ആളുകൾക്കുമായിട്ട്, എല്ലാ മനുഷ്യർക്കുമായിട്ട് അത് ആചരിക്കുവാനുള്ളൊരു
പുനഃസംവിധാനത്തെയാണ് നമ്മൾ ഇവിടെ ആലോചിക്കുന്നത്. ഒരു കാലത്ത് ഒരു കൂട്ടർക്ക് മാത്രം വേണ്ടിയിട്ട് നിർത്തിയിരുന്ന ഒരു വ്യവസ്ഥയായിരുന്നു. അതിനും അന്നത്തെ കാലത്ത് പറയുവാൻ അവർക്ക് ആവശ്യങ്ങളും കഥകളുണ്ട്. കാരണം ശുദ്ധിയും വൃത്തിയും അതുപോലെ യാതൊരു സംസ്കാരവും ഇല്ലാത്ത കൂട്ടരെ എങ്ങനെയാണ് കൂടെ കൂട്ടുക? അപ്പൊ ഇന്നിപ്പോ നമുക്കിവിടെ പ്രത്യേകിച്ച് ഉപദേശം നിർദ്ദേശം കൊടുക്കുന്ന ഒരു ആശ്രമമായതുകൊണ്ട് നമുക്കും പലരിൽ നിന്നും പലതും മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. കാരണം അധ്യാത്മമുഹൂർത്തത്തിൽ എഴുന്നേക്കാനും സാധന ചെയ്യാനും അതിനൊന്നും കാരണം എത്ര പേര് തയ്യാറാവുന്നുണ്ട്? അപ്പോ കിട്ടിയത് കഴിക്കാനും അതുപോലെ തോന്നിയതുപോലെ ജീവിക്കാനും അങ്ങനെയുള്ളൊരു പ്രവണതയാണ് മനുഷ്യൻ വാസ്തവത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇവിടെ അതല്ല, നമ്മുടെ വിചാരത്തെയും വികാരത്തെയും നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ സംയമനത്തോടു കൂടിയിട്ട് സംസ്കാരത്തോടു കൂടി ജീവിക്കണം. അതാണ്. അപ്പോ ഈ ഹൃദയഗ്രന്ഥി ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ആ പൂർവികന്മാരായിരിക്കുന്ന വലിയ വലിയ ചക്രവർത്തിമാർ പോലും അതുപോലെ അവതാരങ്ങൾ പോലും അവരുടെ ജീവിതത്തിൽ അവർക്ക് വീഴ്ച സംഭവിച്ചപ്പോൾ അവരധപതിച്ചതും ആ വീഴ്ചയിൽ പശ്ചാത്തപിച്ചുകൊണ്ട് അവര് തപസ്സുകള് ധർമ്മം ആചരിച്ചതിന്റെ ഫലമായിട്ട് അവര് മോക്ഷം പ്രാപിക്കുന്നതുമായിരിക്കുന്ന കഥകളെയാണ് നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ഉള്ളത്. അപ്പോ വ്യാസൻ വരച്ചു കാണിക്കുന്ന ഈ കഥകള് ജിഹോപസ്ഥങ്ങൾ ജയിച്ചവർക്ക് മാത്രമാണ് ശാന്തമായിട്ട് ശ്രവിക്കുവാൻ സാധിക്കുക. ജിഹോപസ്ഥങ്ങൾക്ക് അടിമയായിട്ട് കഴിയുന്നവർക്കോ അവര് ലജ്ജിച്ച് നെറ്റി ചുളുക്കുക തന്നെ ചെയ്യും. ആദ്യത്തെ ചക്രവർത്തി തന്നെ ഉർവശിയെ പ്രാപിക്കാൻ വേണ്ടി ഉർവശി ലോകത്തിലേക്ക് തപസ്സം ചെയ്തു പോയി എന്നൊക്കെ കേൾക്കുമ്പോൾ അതെ അത്ര രസിക്കുന്ന കഥയൊന്നും അല്ല. ഇവിടെ ബ്രഹ്മചര്യം വേണം. ഇതില്ലെങ്കിൽ ഉണ്ടാകുന്ന വിപത്തുകൾ കാണിക്കുകയാണ് ഈ കഥയിലൂടെ. പിന്നെ ഗാന്ധിയുടെ കഥയാണ് നമുക്ക് പിന്നീട് അവിടെ പുരൂരവസിന്റെ പുത്രന്മാരായിട്ട് ആയുസ്, ശ്രുതായുസ്, സത്യായുശ്രയൻ, വിജയൻ, ജയൻ എന്നിവരെ നമുക്ക് കാണുവാൻ സാധിച്ചു. വിജയന്റെ വംശത്തിലാണല്ലോ ഗാന്ധി എന്ന മഹാരാജാവിന്റെ ജനനം ഉണ്ടാകുന്നത്. ഗാന്ധിയുടെ പുത്രനായിട്ടാണ് വിശ്വാമിത്രൻ ജനിക്കുന്നത്. പുത്രിയായിട്ട് സത്യവതിയും ഉണ്ടാകുന്നു. അവർ ഋജീകൻ സത്യവതി ആവശ്യപ്പെടുന്നുണ്ട്. ഒരു കാട് കറുത്ത 1000 കുതിരകളായി വന്നാലാവാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ വരുണനെ കണ്ടിട്ട് കുതിരകളെ നേടിയിട്ട് ആ ബ്രാഹ്മണനെ കന്യക സ്വന്തമാക്കിയെന്നുണ്ട്. ഇവിടെ ഇങ്ങനെയുള്ള കഥകൾ ഇവിടെ നമ്മൾ വിശദീകരിച്ചു പറഞ്ഞൊരു കഥയാണത്. അപ്പൊ ആ കഥകളൊക്കെ കേൾക്കുമ്പോൾ ഇത് ശൃംഗാര രസത്തിനായിട്ട് പറഞ്ഞതായിട്ടാണ് തോന്നുന്നത്. രസോ പൈസ അവൻ രസസ്വരൂപനാകുന്ന എന്നൊരു പ്രമാണമുണ്ട്. പക്ഷെ അത് നിർവിഷേരമായ രസമാണെന്ന് എത്ര പേർക്കറിയാം? എന്തായാലും ഇവിടെ ശൃംഗാരസത്തോടു കൂടിയിട്ട് കഥ പറയുന്നത് എന്തിനെയാണ്? ശൃംഗാര രസികന്മാരായിരിക്കുന്ന എന്നുവെച്ചാൽ സ്പർശ സുഖത്തിലും എന്നുവെച്ചാൽ ആഹാരത്തിലും അതുപോലെ മൈഥുനത്തിലും അതുപോലെ വ്യവഹാരത്തിലും സുഖിച്ച് രമിച്ച് ജീവിക്കുവാൻ മോഹിക്കുന്ന ആളുകളെ കൂടി ആകർഷിപ്പിച്ച് അവരെ സത്യത്തിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് വ്യാസർ ഈ ചരിത്ര സംഭവങ്ങളെ ഈ രീതിയിൽ ക്രോഡീകരിച്ചു വെച്ച് പോയിരിക്കുന്നത്. ഇവിടെ ഒരു കാട് കറുത്ത കുതിരകൾ എന്ന് പറയുമ്പോഴോ അല്പമായ തമസ്സുള്ള ആൾക്കാണ് സത്യവതിയെ കേട്ടാനാകൂ എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാരണം സത്യവതിക്കും ഗാദിക്കും അപ്പൊ പുത്രാർത്ഥം ഋജീകൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ചരു ജപിച്ചു കൊടുക്കുന്നുണ്ട്. അമ്മയും മകളും അവരത് പരസ്പരം മാറിക്കഴിക്കുകയാണ് ചെയ്തത്. അപ്പോഴോ അമ്മയ്ക്ക് ശാന്തനായിട്ടുള്ള പുത്രൻ ഉണ്ടാകുമെന്ന്, അതാണ് വിശ്വാമിത്രൻ. നിനക്ക് ക്രൂരനുമായുമായ പുത്രൻ ജനിക്കുമെന്ന് പറഞ്ഞു. പൗത്രൻ ശാന്തനാകുമെന്നും പറഞ്ഞു. പുത്രനാണ് ആരാ പറയുന്നത്? ഇവിടെ പരശുരാമൻ പൗത്രൻ. പിന്നെ ഇവിടെ ക്രൂരനായവൻ ആരാണ്? അത് പരശുരാമനാണ്. അപ്പൊ ഇവിടെ സത്യവതിയിൽ ഋജീകന് ജമദഗ്നി ഉണ്ടാവുന്നുണ്ട്. രേണുവിന്റെ പുത്രി രേണുകയെ ആ ജമദഗ്നി മഹർഷി വിവാഹം ചെയ്യുന്നുണ്ട്. ധാരാളം മക്കൾ ഉണ്ടാകുന്നത്. അതിൽ അവസാനമായിട്ടാണ് ഭാർഗവരാമൻ ഉണ്ടാകുന്നത്. അങ്ങനെ 21 പ്രാവശ്യം ക്ഷത്രിയനാശം വരുത്തി. അതിനെന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ ജമദഗ്നിയുടെ അനുവാദമില്ലാതെ കാർത്തിവീര്യാർജുനൻ പശുവെ കൊണ്ടുപോയതായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ച കഥയുണ്ട് അല്ലേ? എന്താണ്? ലോഭബുദ്ധിയാണ്. എല്ലാം തനിക്ക് വേണം, തനിക്ക് സ്വന്തമാക്കണം. നല്ലതായിരിക്കുന്ന വിഷയങ്ങളൊക്കെ പദാർത്ഥങ്ങളൊക്കെ ഇപ്പൊ എന്താണ്? കരബലം
ഉള്ളവനാണ് ക്ഷത്രിയര്. അപ്പൊ അതുകൊണ്ട് ശരീരബലം. അപ്പൊ ഞങ്ങൾക്കാണ് ഈ ശ്രേഷ്ഠമായിരിക്കുന്ന സാധനങ്ങളൊക്കെ അനുഭവിക്കാനുള്ള അർഹത എന്നുള്ള രീതിയിൽ മുനിയുടെ അനുവാദമില്ലാതെ ലോകബുദ്ധികാരനാണ് കാമധേനുവെ തട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പൊ രാവണനെ കൂടി പിടിച്ചു കെട്ടി കുരങ്ങിനെ പോലെ കളിപ്പിച്ച അർജുനനെ പരശുരാമൻ വെൺമുഴുവാൽ കൊന്നിട്ടാണ് പശുവെ കൊണ്ടുവന്നത്. അപ്പോഴാണല്ലോ അച്ഛൻ പറഞ്ഞത് നമുക്ക് തിരീക്ഷയല്ലേ വേണ്ടത്. എന്താ തിരീക്ഷ? എല്ലാ ദുഃഖങ്ങളെയും സഹിക്കുവാനുള്ള മനഃശക്തിയാണ് തിരീക്ഷ. അങ്ങനെ നമുക്ക് പരശുരാമൻ അവിടെ തീർത്ഥാടനത്തിന് പോകുന്ന കഥ കാണുന്നുണ്ട്. എന്നിട്ടോ ആ അമ്മ 21 പ്രാവശ്യം നെഞ്ചത്തടിച്ച് കരഞ്ഞത് കൊണ്ടാണല്ലോ 21 പ്രാവശ്യം ക്ഷത്രിയ നാശം വരുത്തിയത്. ഈ കഥയെ തന്നെ ഇവിടെ ഒരു കൂട്ടരം ആയിരിക്കുന്ന വിശ്വാസികൾ, പ്രത്യേകിച്ച് മാരിയമ്മ ഉപദേശകര്, അതിന്റെ ഉപാസകരായിട്ടുള്ളവര് ഈ സംഭവത്തെ ഇങ്ങനെയാണ് അവര് മനസ്സിലാക്കുന്നത്. അതായത് ജമദഗ്നി മഹർഷിക്ക് സ്നാനം ചെയ്യുവാനായിട്ട് ഉള്ള വെള്ളം രേണുകാമാതാവ് രേണുകാദേവി നദിയിൽ ചെന്നെടുക്കുമ്പോൾ അത് വെള്ളം ഉരുട്ടി കയ്യിൽ പിടിച്ചിട്ടാണത്രേ കൊണ്ടുപോരാറ് പതിവ്. അതിന് കാരണം അവരുടെ പാതിവൃത്യ മഹിമയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ദിവസം അങ്ങനെ വെള്ളം ഉരുട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ചിത്രരഥന്റെ ഗന്ധർവന്റെ ആ പേരും അതുപോലെ ശരീരവും കാണുമ്പോൾ ഇങ്ങനെയും ആളുകളുണ്ടോ എന്നൊന്ന് ഓർത്തുപോയുള്ളൂ. അപ്പൊ അത് ശരീരകൃതമല്ല മനകൃതമാണ് കർമ്മം എന്നുള്ള രീതിയിൽ പാതിവൃത്യത്തിന്റെ ബന്ധം വന്നു എന്നുള്ള രീതിയിൽ പിന്നെ ആ വെള്ളം ഉരുട്ടിയപ്പോ ഉരുളുന്നില്ല, അങ്ങനെ കിട്ടുന്നില്ല. അങ്ങനെ പാപ ഭയത്താലി തിരിച്ചു വന്നപ്പോഴാണ് ജമദഗ്നി അമ്മയെ കൊന്നുവരാൻ മക്കളോട് ആവശ്യപ്പെടുന്നത്. പക്ഷെ മൂത്ത മക്കളൊന്നും അതിനെ സമ്മതിക്കുന്നില്ല. അപ്പൊ പരശുരാമനെ അച്ഛന്റെ തപശക്തി അറിയാവുന്നതുകൊണ്ട് പരശുരാമൻ അതിനെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അമ്മയെ ഒരു നദീതീരത്തിൽ പോയിട്ട് വെട്ടുകയാണ്. അപ്പൊ തിരിച്ചു വന്നതിന് ശേഷം അച്ഛനോട് അമ്മയെ തിരികെ തരണം എന്നുള്ള അനുഗ്രഹം വാങ്ങുകയാണ്. അപ്പൊ പോയി നദീതീരത്ത് ചെന്ന് അമ്മയെ വിളിച്ചുകൊള്ളൂ. അമ്മ ജനിപ്പിക്കാനുള്ള വിദ്യയെ ഉപദേശിച്ചു കൊടുത്തു. അവിടെ ചെന്ന് നോക്കുമ്പോഴെന്താണ്, ഈ രേണുകാദേവി യഥാർത്ഥ തപശക്തിയും അതുപോലെ ആത്മശക്തിയും അതുപോലെ ദിവ്യമായിരിക്കുന്ന ചൈതന്യമുള്ള പതിവ്രത തന്നെയായിരുന്നു. അതുകൊണ്ട് ആ അമ്മയുടെ തല അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ തന്റെ അമ്മയെ ജനിപ്പിക്കാൻ വേണ്ടി നോക്കിയപ്പോ തല കണ്ടില്ല. തല കാലം സത്യലോകത്തിലേക്ക് പോയിരുന്നു എന്നാ പറഞ്ഞത് തല. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു പറച്ചിയ ഒരു പശു മേച്ചു നടക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു. അപ്പൊ ആ സ്ത്രീയുടെ തല വെട്ടിയെടുത്തിട്ട് ഈ ഉടലിൽ ചേർത്ത് വെച്ച് പരശുരാമൻ വിളിച്ചെണിപ്പിച്ചു. അതുകൊണ്ടാണ് തല മാറിയത് കൊണ്ട് മാറിയമ്മൻ എന്നുള്ള പേരൊക്കെ മാരിയമ്മയ്ക്കുണ്ട്. അങ്ങനെ ആ പറയുന്ന മാരിയമ്മയുടെ ചരിതവുമുണ്ട്. അങ്ങനെയുള്ള ആ മാരിയമ്മയുടെ പുത്രനായിട്ടാണ് പരശുരാമൻ. ആ പരശുരാമന്റെ എന്താ പറയാ ധർമ്മനിർദ്ദേശമാണ് ഇവിടെയുള്ള ക്ഷേത്രങ്ങളും അതിലെ സങ്കല്പങ്ങളും പ്രതിഷ്ഠാവിധികളും ഒക്കെ. അപ്പൊ ഇവിടെ എന്താണ്, ഏതൊരു ജാതിക്കും അതുപോലെ ഏതൊരു മനുഷ്യർക്കും അവരുടെ ജാതിയിൽ അഭിമാനിക്കുവാനും അതുപോലെ ആ ശ്രേഷ്ഠത തോന്നുവാനുമുള്ള എല്ലാ കഥകളും എല്ലാ ആശയങ്ങളും വാസ്തവത്തിൽ നമ്മുടെ പൂർവികന്മാര് നമുക്ക് ക്രോഡീകരിച്ച് പറഞ്ഞു തന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ നമ്മൾ എന്താണ് ഇവിടെ സംസ്കാരവും അറിവും എല്ലാം നമുക്ക് തിരിച്ചറിയുവാൻ സാധിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സംസ്കാരത്തെ നമുക്ക് എല്ലാവർക്കുമായിട്ട് ആചരിക്കാൻ പറ്റിയ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു വ്യവസ്ഥ വന്നാൽ അത് നല്ലതാണ്. അത് നമുക്ക് ഗുണം ചെയ്യും. അപ്പോ ഇവിടെ എന്താണ് 21 പ്രാവശ്യം ക്ഷത്രിയനാശം വരുത്തി എന്ന് പറഞ്ഞാൽ ആദ്യം സത്യഗുണത്തെ വളർത്തണം, രജോ ഗുണം ചെയ്യിക്കാൻ എന്നുള്ളതാണ് അവ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം ക്ഷത്രിയന്മാരെയാണല്ലോ പരശുരാമൻ കൊല്ലുന്നത്. രജോ ഗുണം ജയിക്കുവാൻ, അപ്പോഴാണ് സത്യഗുണം വളരുന്നത്. അങ്ങനെ ദേവാംശമായതിനാൽ വാസ്തവത്തില് രാമനെയൊന്നും ബാധിക്കുകയില്ല. എന്നാൽ അവതാരം എന്തിനു വേണ്ടിയിട്ടാണ്? ലോകമാതൃകയ്ക്ക് വേണ്ടിയിട്ടാണ്. അതാണല്ലോ, ലോകമാതൃകയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണല്ലോ ശ്രീരാമസ്വാമിയും ഭരിക്കുന്ന സമയത്ത് ഒരു അപവാദം ഉണ്ടായപ്പോ ഭഗവാൻ അറിയാഞ്ഞിട്ടല്ല, തന്റെ പത്നി പതിവ്രത തന്നെയാണ്, ധർമ്മം സംരക്ഷിച്ചവളാണ്. പക്ഷെ ലോകത്തിൽ വരുന്ന തലമുറകളെ നീതി നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പൊ തനിക്ക് ഒരു ആരോപണം അപവാദം ഉണ്ടായാൽ അതിന്റെ നിജസ്ഥിതി വെളിപ്പെടുത്തി കൊടുക്കണം, ബോധ്യപ്പെടുത്തി കൊടുക്കണം. കാരണം താൻ പരിശുദ്ധനാണെന്ന് വ്യക്തമാക്കിയതിനു ശേഷം വേണം പിന്നീട് താൻ തന്റെ നിരപരാധിത്വം വ്യക്തമായി ബോധിപ്പിക്കുന്നതിന് ശേഷം പിന്നീട്
നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആശയത്തെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് അവിടെ ശ്രീരാമസ്വാമിയും സീതയെ പരിത്യജിച്ചതെന്ന് നമുക്ക് അവിടെ ഇങ്ങനെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെയും സത്യത്തിലെ പരശുരാമനെ ക്ഷത്രിയന്മാരെ, കാരണം അവതാരമാണ്, വിഷ്ണുവിന്റെ തന്നെ അവതാരമാണ്. അപ്പൊ അവതാരങ്ങൾക്ക് വാസ്തവത്തിൽ ധർമ്മവും അധർമ്മവും പാപം പുണ്യം ഇതൊന്നും ബാധിക്കുന്നതല്ല. പക്ഷെ എങ്കിലും ലോകമംഗളത്തിന് വേണ്ടിയിട്ട്, ആ ലോകത്തിന്റെ മാതൃകയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പരശുരാമൻ തീർത്ഥാടനത്തിന് പോവുകയാണ് ചെയ്തത്. ആ അവതാരം വാസ്തവത്തിൽ എന്താണ്? ലോക സംഗ്രഹത്തിനും ധർമ്മ സംരക്ഷണത്തിനുമാണ്. അപ്പോ പിന്നീട് തിരിച്ചു വന്ന് ഭൂമിയെല്ലാം ഋത്തിക്കുകൾക്ക് ദാനം ചെയ്യുന്നുണ്ട്. എന്താ അപ്പൊ ഈ ദാനം ചെയ്യുന്നതിന്റെ ദാനം? ദക്ഷിണ കൊടുത്താലേ കഴിവുണ്ടാവുകയും, അറിവ് കൊടുത്താൽ അറിവ് വർദ്ധിക്കും, ധനം കൊടുത്താൽ ധനം വർദ്ധിക്കും. പണ്ട് കന്യകയും ഭൂമിയും ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പേ പല കഥകളിലും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ ദക്ഷിണ കൊടുക്കുന്നതിലൂടെ നമ്മുടെ കഴിവ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സെമന്തക പഞ്ചകത്തിൽ 9 തീർത്ഥങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെയോ അച്ഛനെ ജീവിപ്പിക്കുന്നുണ്ട് നമ്മുടെ പരശുരാമൻ. അച്ഛനെ ജീവിപ്പിച്ചിട്ടോ സപ്തർഷികളില് ഒരാളാക്കിയതിനു ശേഷമാണ് നമ്മുടെ ശ്രീരാമൻ മഹേന്ദ്ര പർവ്വതത്തിൽ പോയിട്ട് ചിരഞ്ജീവിയായി തന്നെ ഇരുന്നു കൊണ്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്കവിടെ ഇങ്ങനെ പ്രധാനമായിട്ടും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ദേഹവാസനകള്, ദേഹത്തിലുള്ള മോഹം, ആഗ്രഹം, താല്പര്യം ഇവയൊക്കെ ഉപശമിച്ചാലും നമുക്ക് നമ്മുടെ മനസ്സിൽ ചിത്തവൃത്തികൾ ഉയർന്നുകൊണ്ടേയിരിക്കും. നല്ലതായിട്ട് എന്ന് തോന്നുന്നതിനെ, അല്ലെങ്കിൽ നമ്മൾ ഏതോ ജന്മത്തിൽ അനുഭവിച്ചറിഞ്ഞ സുഖം എന്ന് തോന്നുന്ന വിഷയങ്ങളെ വീണ്ടും അനുഭവിക്കണം, അതിനെ ആസ്വദിക്കണമെന്ന് മനസ്സിലെങ്കിലും മോഹമുണ്ടാകാം. അപ്പൊ മാനസികമായിരിക്കുന്ന വാസനകളെ കൂടി നമുക്കെന്താണ്? ശമം. മറ്റൊരു ദമമാണ്. അപ്പൊ ദേഹവാസന ദമം, അതിപ്പോ നമ്മൾ ഇന്ദ്രിയങ്ങളുമായിട്ട് കണ്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന ഭവിഷ്യത്താണ്. ഇതിപ്പോ നമ്മുടെ മുമ്പിലൊന്നും വേണമെന്നൊന്നുമില്ല, മനസ്സിലിങ്ങനെ സങ്കല്പിക്കാലോ നമുക്ക്, അല്ലേ? ഇപ്പൊ നമുക്ക് 10 പൈസ കൊടുക്കാതെ ഇപ്പൊ നമ്മൾ കഴിച്ച ഒരു പാൽപ്പായസത്തെ നമുക്ക് വീണ്ടും ഭാവനയിലൂടെ അത് രുചിച്ചറിയാൻ പറ്റും. പൈസ ഒന്നും കൊടുക്കണ്ട, ചെലവൊന്നുമില്ല, ആരും അറിയൂല. അപ്പൊ ഇവിടെ അതല്ല, നമ്മള് ധ്യാനം, നിർവിഷയം മനസ്സിനെ നിർവിഷയമാക്കുവാനുള്ള ധ്യാന പരിശീലനമാണ്. ജപം, പൂജ, യാഗം, ധ്യാനം, ജ്ഞാനം ആർജിക്കുവാൻ വേണ്ടിയിട്ട് ആത്മീയ സാധനകള് അനുഭവിക്കുന്നതിന്റെ ഒരു നിർദ്ദേശത്തെയാണ് ആ വ്യാസ ഋഷി നമുക്കിവിടെ വരച്ച് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ആ ഗുരുമുഖമായിട്ട് തന്നെ ഏതെങ്കിലും ഒരു മൂലമന്ത്രത്തെ സ്വീകരിച്ച് ആ മൂലമന്ത്ര രൂപത്തെ നമ്മൾ ധ്യാനിച്ച് നമ്മുടെ ധർമ്മത്തെ ഈശ്വര പൂജയായിട്ട് ആചരിച്ചു പോകുമ്പോൾ ഈ പുണ്യപുരാണ കഥകളെല്ലാം നമുക്കും എന്താണ്? ആസ്വാദ്യവും ഹൃദ്യകരവുമായിട്ട് തീരും. അതോടെ നമുക്ക് സംസ്കാരം പുഷ്ടി പ്രാപിക്കുകയും ചെയ്യും. അപ്പൊ നല്ലതിലേക്ക് നമ്മെ പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ കഥകളെ വ്യാസമഹർഷി പറഞ്ഞു പോയിരിക്കുന്നത്. അതിന്റെ ആ പരിശുദ്ധമായ രീതിയിൽ തന്നെ നമുക്ക് അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനും കഴിയണം. ഇനിയും തുടർന്ന് വരുന്ന കഥാഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് ആലോചിക്കുവാനായിട്ട് ആരംഭിക്കാം.